വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ചന്ദ്രബോസ് അകത്തേക്ക് പോകുന്ന പോലീസുകാരോട് പറയുന്നുണ്ട്, അവനെ കാണുമ്പോൾ അവിടെ വെച്ച് ഇടിക്കുന്ന ഇടി എനിക്ക് ഇവിടെ കേൾക്കണം, പരിശോധിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അന്നേരം സാറേ അവനിവിടെ ഇല്ല എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ, ദേ കിളവ എൻ്റെ കൈവാക്കിൽ നിന്ന് മാറി നിന്നോണം, അല്ലെങ്കിൽ ഞാൻ ശരിയാക്കും, പിന്നെ അത് ഇങ്ങനെ ഇരിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയും നൂറുമൊക്കെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്, ശാന്തയും പൊന്നിയും പിള്ളയും ഒക്കെ. പക്ഷേ രാഘവൻ നായർ അങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മോഹമൊന്നും ഇല്ല സാറേ, ഓടിച്ചാടി നടക്കണം എന്നുള്ളത്. പിന്നെ ഇങ്ങനെ കുറേ കാലം ഇരിക്കും, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ പോലീസുമാരുടെ മേൽ കൈവച്ചാൽ മോനെ കൊണ്ട് ചോര തുപ്പിക്കും, പിന്നെ കട്ടച്ചോരയുടെ കൂടെ അവൻ്റെ അകത്തുള്ളതെല്ലാം ഞാൻ അങ്ങോട്ട് പുറത്തോട്ട് എടുപ്പിക്കും, അത് വേണ്ടാന്നുണ്ടെങ്കിൽ മോനോട് പോലീസ് സ്റ്റേഷനിൽ വന്ന് മാപ്പിരുന്നോളാം എന്നിങ്ങനെ പറയുകയാണ്. പോലീസുകാർ വന്ന് വിഷ്ണു അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അന്നേരം ചന്ദ്രബോസിന് മനസ്സിലാകുന്നുണ്ട് അവിടെ ഇല്ല എന്ന്. അന്നേരം തുടർന്ന് ഒരു സത്യഭാമ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവർ വാടോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ വിളിച്ചുകൊണ്ട് ചന്ദ്രബോസ് പോകുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസ് ആണെങ്കിൽ വളരെ പാടുപെട്ടൊക്കെയാണ് നടക്കുന്നത്. അന്നേരമാണെങ്കിൽ സത്യഭാമ പറയുന്നുണ്ട്, ഇയാൾ നമുക്ക് ഒരിക്കലും സ്വസ്ഥത തരില്ല എന്നും പറഞ്ഞ് ഭാമ ഇങ്ങനെ വിഷമിച്ച് പറയുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ ഒരു കൂസലില്ലാതെ ഇരിക്കുകയാണ്. ഇതേ സമയം വിഷ്ണുവിനെയാണെങ്കിൽ ശാലിനി ആ സുബൈർക്കായുടെ ലോറി താവളത്തിൽ പോയി കാണുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ ശാലിനി ഇങ്ങനെ കോർത്ത് പിടിക്കുകയാണ്. രണ്ടുപേർക്കും ആകെ ഒരു വിഷമം തന്നെയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, എത്ര നാളാണ് വിഷ്ണുവേട്ട നമ്മളിങ്ങനെ, ദൈവത്തിന് നമ്മളെ പരീക്ഷിച്ച് മതിയാവുന്നില്ലല്ലോ, ഒളിച്ചും പാത്തും ഇങ്ങനെ, വിഷ്ണുവേട്ടൻ എങ്ങനെയാ ഭക്ഷണമൊക്കെ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സമയത്ത് സുബൈർക്ക കൊണ്ടുവരുന്നുണ്ട്, സുബൈർക്കായോടാണ് നന്ദി പറയേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇനി ഒളിച്ചും പാത്തും എത്ര കാലം കഴിയാനാണ്, വിഷ്ണുവേട്ടൻ പുറത്ത് വന്നേ മതിയാവൂ, ലോറിയിൽ എങ്ങനെ സ്പിരിറ്റ് വന്നു എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം, പോലീസ് എന്തായാലും അത് കണ്ടുപിടിക്കില്ല, വിഷ്ണുയുടെ നിരപരാധിയാണ് തിരിച്ചു വരാൻ പോലീസ് എന്തായാലും ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് ചന്ദ്രബോസ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവും പറയുന്നുണ്ട്, അത് ശരിയാണ്, എങ്ങനെയും എന്നെ പൂട്ടാനുള്ള വഴിയാണ് ഈ ചന്ദ്രബോസ് നോക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഏതിനും പിന്നെ നമുക്ക് നിരപരാധിത്വം എങ്ങനെ ലോറിയിൽ സ്പിരിറ്റ് വന്നു എന്നുള്ളത് നമ്മൾ തന്നെ തെളിയിക്കുക, നമ്മൾ തന്നെ പോലീസ് ആവുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ താൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം അന്ന് വിഷ്ണുവേട്ടൻ അവിടെ നിന്ന് ഫ്രൂട്ട്സുമായിട്ട് നിങ്ങൾ ലോറിയിൽ ഫ്രൂട്ട്സ് കയറ്റിയിട്ട് ലോറിയിൽ യാത്ര തിരിച്ചില്ലേ, അവിടെ നിന്ന് നമുക്കൊരു യാത്ര തുടങ്ങണം എന്നിങ്ങനെ പറയുകയാണ്. എവിടെയൊക്കെ നിർത്തി, ആരോടൊക്കെ സംസാരിച്ചു, എത്ര നേരം ചെലവഴിച്ചു എന്നൊക്കെയുള്ള യാത്ര, അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ആരാണ്, എവിടെ നിന്ന് വെച്ചാണ് സംഭവിച്ചത് എന്നുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, എങ്കിൽ കമലം കൂടി ഇറങ്ങണം, കമലിനെ കൃത്യമായിട്ട് അറിയത്തുള്ളൂ എവിടെയൊക്കെയാണ് നിർത്തിയത്, ആരോടൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ളതെന്നൊക്കെ. അന്നേരം അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട് ശാലിനി പറയുകയാണ്. പിന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കമലിനെ ഇറക്കാനായിട്ട് പറ്റുമെന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ശരി വയ്ക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണെങ്കിൽ നമ്മൾ 3 പേരും കൂടി വീണ്ടും അതേ ഒരു യാത്ര, ലോറിയിൽ വേണ്ട മറ്റൊരു വാഹനത്തിൽ നമ്മൾ 3 പേരും കൂടി ഒരു യാത്ര അവിടെ നിന്ന് തന്നെ തിരിക്കുകയാണ്, കണ്ടെത്താൻ പറ്റും എനിക്കൊരു ആത്മവിശ്വാസമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, എനിക്ക് അച്ഛൻ്റെ കാര്യം ആലോചിച്ചാണ് മനസ്സിലാകപ്പാട് ഒരു വിങ്ങൽ, അച്ഛനെ ഞാൻ കണ്ടു, പക്ഷേ അന്ന് രാത്രി അവിടെ വെച്ച് പക്ഷെ അച്ഛനോടൊന്നും ചോദിക്കാനോ സമാധാനിപ്പിക്കാനോ ഒരു മകൻ എന്നുള്ള നിലയിൽ എനിക്ക് കാര്യങ്ങൾ നോക്കാനോ ഒന്നിനും കഴിയുന്നില്ല, അതൊരു വിങ്ങലായിട്ട് കിടക്കുകയാണ് മനസ്സിൽ എന്നിങ്ങനെ പറയുമ്പോൾ തുടർന്ന് പറയുന്നുണ്ട്, അച്ഛൻ അന്ന് രാത്രി ഇവിടെ വന്നത് കൊണ്ടാണ് പപ്പിമോളെ രക്ഷിക്കാനായത്, പക്ഷേ എങ്ങനെ വന്നു എന്നുള്ള ചോദ്യത്തിന് അച്ഛൻ ഇപ്പോഴും ഉത്തരമില്ല, അച്ഛൻ എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ, ഒരു ഓർമ്മക്കുറവ് എന്നുള്ളതുപോലെ എന്നും പറഞ്ഞ് വിഷ്ണു അകപ്പാടെ വിഷമിക്കുകയാണ് രാഘവൻ നായരുടെ കാര്യം ആലോചിച്ചിട്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം, അത് വിഷ്ണുവേട്ടൻ്റെ തിരിച്ചു വരവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ, വിഷ്ണുവേട്ടൻ നിരപരാധി അല്ല എന്നുള്ളത് തെളിയിക്കണം, നമ്മൾ നിരപരാധി അല്ല എന്നുള്ളത് നമ്മൾ തന്നെ തെളിയിക്കണം, അതിനെനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അത് ശരിവെച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയം ശ്യാമയാണെങ്കിൽ അവിടെ ശാരദാമ്മയുടെ വീട്ടിലെ ആ സോപാനത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. കുട്ടികൾ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുകയാണ്. രോഹിത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പത്മിനിയെ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ വളർത്താൻ വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ശാരദാമ്മ വരുന്നുണ്ട്. നീ എന്താടി എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന, കൊച്ചുങ്ങൾ എഴുതുന്നത് ശരിയാണോ എന്നെങ്കിലും നോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയ്ക്കാകെ വിഷമം വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ രോഹിത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം, കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകും, തിരിച്ചു പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നിങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് അവിടുത്തെ സിറ്റുവേഷൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എന്നെയും പിന്നെ മോളെയും രോഹിത്ത് പരിഗണിക്കുന്ന പോലും ഇല്ല, മോളോട് സ്നേഹം പോലും കാണിക്കുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ നിൻ്റെ അച്ഛൻ നിങ്ങൾ 3 പെൺമക്കളെയും എത്ര ശ്രദ്ധിച്ചിട്ടാണ് ഇതുവരെ എത്തിയത്, അപ്പോൾ ആ ഒരു ദാമ്പത്യ ജീവിതം കൈപ്പിടിയിലാക്കാൻ വേണ്ടി ഒരുപാട് പാടുപെടും, പക്ഷേ പിന്നീട് അത് അത്രത്തോളം പവിത്രമായൊരു ബന്ധം വേറെ ഇല്ല എന്നൊക്കെ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിൻ്റെ ഭാവിക്ക് വേണ്ടിയാണ്, നീ അങ്ങോട്ട് അങ്ങനെയാണ് എൻ്റെ തീരുമാനം എന്നിങ്ങനെ പറയുമ്പോൾ ഒരു വലിയൊരു ജയിലാണ് അമ്മ എനിക്ക് കാണുന്ന ഭാവി എങ്കിലും ശരി, ഞാൻ ഇവിടെ നിന്ന് നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ അവിടത്തേക്ക് തന്നെ പോവാം, വാ മോളെ എന്നും പറഞ്ഞങ്ങോട്ട് ശ്യാമ ദേഷ്യപ്പെട്ട് പപ്പിയെ വിളിക്കുകയാണ്.
അന്നേരം മോളെ നിൽക്ക്, ഞാൻ പറയുന്ന രീതിയിൽ നീ ഒന്ന് എടുക്ക്, ഞാൻ അങ്ങനെയല്ലല്ലോ ഉദ്ദേശിച്ചത്. നിങ്ങൾ 3 പേര് ഇത്രയും വളർത്തി ഇതുവരെ ആക്കാമെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലവും എൻ്റെ കണ്ണടയുന്നത് വരെ നോക്കാനായിട്ട് സാധിക്കും. പക്ഷേ അങ്ങനെയല്ലല്ലോ വേണ്ടത്. നീ ഇപ്പോൾ ഇവിടെ നിന്നാൽ എന്നേക്കുമായി നീ ഇവിടെ നിന്നു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്ന് പറഞ്ഞിട്ട് വാ മോളെ എന്ന് പറഞ്ഞിട്ട് ശ്യാമ, പക്ഷേ ആ ദേഷ്യത്തിലാണ് ശാരദാമ്മ പറയുന്ന ആ ഒരു സെൻസിലല്ല ശ്യാമ അത് മനസ്സിലാക്കുന്നതും എടുക്കുന്നതും. തുടർന്ന് വാ മോളെ പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ പിടിക്കുകയാണ്. എന്നിട്ട് അതിന് നീ എന്തിനാ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്, അതിന് പനിയല്ലേ, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുട്ടിയെ കൊണ്ടാക്കാം എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ പിന്നെ ശ്യാമ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ എൻ്റെ മോളും എന്നോടൊപ്പം കാണും എന്ന് പറഞ്ഞിട്ട് ശ്യാമ അകത്തേക്ക് പോയി പേഴ്സ് എടുത്ത് തിരികെ വരികയാണ്. അന്നേരം ഈ കുട്ടി ചോദിക്കുന്നുണ്ട്, പപ്പി ചോദിക്കുന്നുണ്ട്, വീണ്ടും ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോവുകയാണോ എന്ന്. അന്നേരം ശാരദാമ്മയ്ക്ക് ഉത്തരവില്ലാതെ നിൽക്കുകയാണ്. സത്യം വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം ഞാൻ എങ്ങനെ പറഞ്ഞാലും നമുക്ക് കിട്ടുന്നത് പടിയിറക്കം മാത്രമാണ്. ഇനി ഇവിടെ ആരുടെയും സ്വസ്ഥതക്കേടായിട്ട് ഞാൻ നിൽക്കുന്നില്ല, വാ മോളെ എന്ന് പറഞ്ഞ് ശ്യാമ ഇറങ്ങുകയാണ്. അന്നേരം എടി ഞാൻ പറയുന്നത് അതിൻ്റേതായ രീതിക്ക് നീ എടുക്ക് എന്നിങ്ങനെ പറഞ്ഞ് ശ്യാമയെ പപ്പിയും കൂടി ശാരദാമ്മ പിടിച്ചു നിർത്തുന്നുണ്ട്. പക്ഷേ ശ്യാമ ആകെ കരുതുള്ളി നിൽക്കുകയാണ്. ഈ സമയത്താണ് ഈ ചന്ദ്രബോസ് വീണ്ടും ഭാമയുടെ വീട്ടിൽ പോയതുപോലെ കുറേ പോലീസുകാരെയും കൊണ്ട് ഇങ്ങോട്ടത്തേക്ക് വരുന്നത്. തുടർന്ന് പോലീസുകാരും ചന്ദ്രബോസും ഒക്കെ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രബോസ് ഇങ്ങനെ വീട് മുഴുവൻ നോക്കിയിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട്, അവൻ ഇതിനകത്ത് തന്നെയുണ്ട്. പിന്നെ അപ്പുറത്തുകൂടി കുറച്ച് പോലീസുകാർ എല്ലായിടത്തും കയറി നോക്ക്, എല്ലാം ഒടിച്ചിട്ട് വേണം അവനെ വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ അകത്തേക്ക് കയറ്റി വിടുകയാണ്. അന്നേരം ശാരദാമ്മയും ശ്യാമയും പപ്പിയും പിന്നെ സത്യയും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ സാറേ ഇത്, എന്താണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവൻ ഏത് റൂമിലാണ് ഏത് മുറിയിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് പണി എളുപ്പമായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു ആരെയും ചോദിക്കുമ്പോൾ വിഷ്ണുവിനെ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ഇവിടെ ഇല്ല സാറേ എന്ന് പറയുമ്പോൾ ഏത് അമ്മായിയമ്മയാണ് മരുമകനെ ഒറ്റ കൊടുക്കുന്നത്, അതും സ്നേഹനിധിയായ ഇത്രയ്ക്ക് സ്നേഹമുള്ള മരുമകനെ ആരും ചെയ്യില്ല എന്ന് പറയുകയാണ്. അന്നേരവും ശാരദാമ്മ വിഷ്ണു ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. തുടർന്ന് പിന്നെ അവൻ്റെ ഒരു പോലീസുകാരൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ പറയുന്നുണ്ട്, അവൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് കുടത്തിലും കുട്ടുവത്തിലും എല്ലായിടത്തും കാണും, കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ, എല്ലാം ഇതെടുത്തും പരിശോധിക്കുമെന്ന് പറയുമ്പോൾ തോമസ് പിന്നെ കയറി പോകുന്നുണ്ട്. തുടർന്ന് ഈ കടയിലെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി എറിയുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്കൊക്കെ ദേഷ്യം വരികയാണ്. ശാരദാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ കട തല്ലി പൊളിക്കാനാണോ അതോ വിഷ്ണുവിനാണോ അന്വേഷിച്ച് വന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ വിഷ്ണുവിനെ കിട്ടുന്നത് വരെ ഞങ്ങൾ വിഷ്ണുവിൻ്റെ ബന്ധുക്കൾക്കും എല്ലാവർക്കും ഞങ്ങളൊരു തലവേദന തന്നെയായിരിക്കും, മാക്സിമം ബുദ്ധിമുട്ടിക്കാവുന്ന രീതിയിലൊക്കെ ചെയ്യും, വിഷ്ണു തൂണിലും തുരുമ്പിലും ഒക്കെ കാണുമെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞ് എല്ലാം വലിച്ചു വാരിയിട്ട് പരിശോധിക്കുകയാണ്. ഈ സമയത്താണ് ശാലിനിയാണെങ്കിൽ ഓട്ടോയിൽ വരുന്നത്. പക്ഷേ ശാലിനിയെ കണ്ടിട്ടും ചന്ദ്രബോസ് ആണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ നിൽക്കുകയാണ്. ഈ പോലീസുകാർ ഈ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നത് നോക്കിക്കൊണ്ട് ശാലിനി ഇങ്ങനെ നിൽക്കുകയാണ് ഒരു നിമിഷം. എന്നിട്ട് മോളെ അവർ എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം എന്തായത്, നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, സ്പിരിറ്റ് കേസിൽ പിന്നെ പ്രതിയായ വിഷ്ണു ഇവിടെ വിളിച്ചിരിപ്പുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കിട്ടി, അതുകൊണ്ട് സെർച്ച് ചെയ്യാനായിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഈ സെർച്ചിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് പിന്നെ ഇതാണ് കാണിക്കുന്നത്, എന്തും ചെയ്യാം എന്നുള്ളൊരു ധാർഷ്ട്യമാണ് നിങ്ങളുടെ ഇത് കാണുന്നത്. കട തല്ലി പൊളിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാണ് തന്നത് മിസ്റ്റർ ACP ചന്ദ്രബോസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഡം അത്രയ്ക്ക് വലുതായിട്ട് അങ്ങോട്ട് തുള്ളണ്ട, മാഡം ഇപ്പോൾ നിർബന്ധിത ലീവിലാണ്, അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം സംസാരിക്കാനായിട്ട്, പ്രത്യേകിച്ച് തോളത്ത് നക്ഷത്രമൊക്കെ കൂടുതലുള്ള പോലീസ് ഓഫീസേഴ്സിനോട് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീക്ക് അവരുടെ സ്ഥാപക ജമ്പക വസ്തുക്കൾ അനാവശ്യമായിട്ട് കൈകടത്തി നശിപ്പിക്കാനായിട്ട് വന്നാൽ അത് ചോദ്യം ചെയ്യാനായിട്ട് ഒരു കളക്ടർ കസേരയുടെയും ആവശ്യമില്ല, മിനിമം ഒരു കോമൺ സെൻസ് മാത്രം മതി. സെക്ഷനൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശാലിനിയാണെങ്കിൽ ഇനി മിസ്റ്റർ ACP ചന്ദ്രബോസിന് എന്തെങ്കിലും പറയാനുണ്ടോ, മര്യാദയ്ക്ക് നിങ്ങൾ ഈ പ്രഹസനം മതിയാക്കി ഇവിടെ നിന്നും പോകുന്നതാണ് നല്ലത് എന്നിങ്ങനെ ശാലിനി അങ്ങോട്ട് കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു നിമിഷം ചന്ദ്രബോസ് ഇങ്ങനെ പകച്ചു നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതൊക്കെ കൊള്ളാം, അപ്പോൾ സ്വന്തം ഭർത്താവല്ല ഇത് ചെയ്തതെന്നാണ് പറയുന്നതല്ലേ, വണ്ടിക്കകത്തുനിന്ന് കണ്ടുപിടിച്ചത് സ്പിരിറ്റ് അല്ല പച്ചവെള്ളമായിരുന്നു എന്നാണോ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവല്ല ഇത് ചെയ്തതെന്ന് എന്നേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് മിസ്റ്റർ ACPക്കല്ലേ അറിയാവുന്നത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ വാദിയെ പ്രതിയാക്കുകയാണോ മാഡം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം കാര്യങ്ങൾ ഒത്തു വന്നാൽ പറയേണ്ടവർ തുറന്ന് പറഞ്ഞാൽ വാദി പ്രതിയാവുക തന്നെ ചെയ്യും എന്നിങ്ങനെ മിസ്റ്റർ ചന്ദ്രബോസ് എന്നിങ്ങനെ പറയുമ്പോൾ ഒരു നിമിഷം ചന്ദ്രബോസ് ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ടും പറയുകയാണ്, എൻ്റെ ഭർത്താവല്ല ഇത് ചെയ്തതെന്ന് ഉറച്ചു വിശ്വാസമുള്ള ഒരാളെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കമല എന്നിങ്ങനെ വിളിക്കുകയാണ് ഓട്ടോയിലേക്ക് നോക്കി. അന്നേരം കമലിനാണെങ്കിൽ ഓട്ടോ
ഓട്ടോയിൽ നിന്നിങ്ങനെ ഇറങ്ങി വരികയാണ്. അന്നേരം ചന്ദ്രബോസ് ആകെ പകയ്ക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസ് കമലിന് ഇങ്ങനെ നടന്നു വരുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം കമലിൻ്റെയും ചന്ദ്രബോസിൻ്റെയും മനസ്സിൽ അവിടെ വെച്ച് നന്നായിട്ട് കമലിനെ പെരുമാറിയില്ലേ, ആ ഒരു സീൻ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. എന്നിട്ട് ഇവനെ ഇപ്പോൾ പുറത്തിറക്കി എന്നിങ്ങനെ ചന്ദ്രബോസ് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ പ്രഹസനമൊക്കെ മതിയാക്കി ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് എന്നിങ്ങനെ വീണ്ടും പറയുമ്പോൾ ചന്ദ്രബോസ് പോലീസുകാരൊക്കെ ബാക്കി എല്ലാവരുമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മതിയാക്കടോ, നമുക്ക് ഇന്നത്തേക്ക് ഇത് പോകാം, ഇനി നമുക്ക് നാളെ വരാം, ഇത് നമുക്കൊരു ദിനചര്യയാക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് വീണ്ടും കുലുങ്ങാൻ നിൽക്കുകയാണ്. എന്നിട്ട് മറ്റൊരു പോലീസുകാരൻ്റെ കയ്യിൽ നിന്നും വിലങ്ങ് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ആഭരണമൊക്കെ ആയിട്ടാണ് വന്നത്, പക്ഷെ അത് അണിയിക്കാനുള്ള കൈ എനിക്ക് കിട്ടിയില്ല, കിട്ടും എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അത് അണിയിക്കേണ്ട ആളുടെ കയ്യിൽ തന്നെ ഭദ്രമായിട്ട് ഇരുന്നോട്ടെ, അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരന് പിന്നീട് അത് തപ്പി നടക്കേണ്ട ആവശ്യം വരില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നമുക്ക് കാണാം എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ കാണാം എന്നിങ്ങനെ തിരിച്ച് ശാലിനിയും കട്ടയ്ക്ക് പറയുന്നുണ്ട്. ആ ഒരു ചന്ദ്രബോസിൻ്റെയും ശാലിനിയുടെ ആ ഒരു സീൻ നല്ല തന്നെയാണ്. ചന്ദ്രബോസ് എന്ത് പറഞ്ഞിട്ടും ശാലിനിയെ തിരിച്ച് മോളിൽ കൂടെ അതിൻ്റെ ഒരു പടി മുന്നിൽ പറയുമ്പോൾ ഉത്തരമില്ലാതെ ചന്ദ്രബോസ് പലതവണ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രബോസ് തിരികെ പോവുകയാണ്. എന്നിട്ട് വണ്ടി കയറും നേരത്തും ശാലിനിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ലേശം കുസലില്ലാതെ ശാലിനി ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, പിന്നെ കണ്ടില്ലേ മോളെ ആ കാലം കാട്ടിക്കൂട്ടിയിട്ട് പോയതെന്ന്. അന്നേരം ആ കാലിന് മുന്നിൽ നമുക്ക് യഥാർത്ഥ കാലിനെ ഇറക്കാം അമ്മേ, അതുവരെ അയാൾ അങ്ങോട്ട് കളിക്കട്ടെ, അല്ലെങ്കിലും കത്തിത്തീരുന്ന മെഴുകുതിരിക്ക് അല്പം വെട്ടം കൂടുതലായിരിക്കും എന്നിങ്ങനെ ശാലിനി ഒരു ചലഞ്ച് എന്ന പോലെ പറയുന്നുണ്ട്. അത് ശാരദാമ്മയും കമലിനും ബാക്കി എല്ലാവരും ഒക്കെ കേട്ട് നിൽക്കുകയാണ്. ഇതേ സമയം ശ്യാമയാണെങ്കിൽ പപ്പിമോളെയും കൂട്ടി ഓട്ടോയിൽ സത്യഭാമയുടെ രോഹിത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം മുകളിലത്തെ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് സുസ്മിത ഇത് കാണുന്നുണ്ട്. തുടർന്ന് രോഹിത് അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരങ്ങ് കയറാൻ തുടങ്ങുമ്പോൾ, എന്താ ഇറക്കി വിട്ടോ, അവിടെ നിന്ന് ഇറക്കി വിട്ടോ, അമ്മയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ, എന്താ ഇങ്ങോട്ടത്തേക്ക് തന്നെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എന്തോ ഞങ്ങൾ ഈ വന്ന ഓട്ടോയിൽ തന്നെ തിരികെ പോകണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ വന്നാലെന്ത്, ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പിന്നെ നീ വന്നാലെന്ത് പോയാലെന്ത്, എനിക്കൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ പിന്നെ ഞാൻ വന്നതേ തെറ്റ് എന്ന് പറഞ്ഞിട്ട് ശ്യാമ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് സുസ്മിത ഇറങ്ങി വരികയാണ്. ഇവരങ്ങ് കയറാൻ തുടങ്ങുമ്പോൾ രോഹിത് തടയുന്നുണ്ട്. എവിടേക്കാണ് കയറാൻ പോകണം, ഇവിടുത്തെ സത്രമൊന്നുമല്ല, നിനക്ക് തോന്നുമ്പോൾ വരാനും ഇറങ്ങിപ്പോവാനും അതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, രോഹിത് ശ്യാമയെ തടയേണ്ട, അവരകത്തേക്ക് കയറട്ടെ എന്ന് പറയുകയാണ്. അന്നേരം അത് ശ്യാമയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ കുട്ടിയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം വേണ്ട സുസ്മിത, അതൊന്നും ശരിയാവില്ല, ഇനി ഇവിടെ വേണ്ട പോകുന്നവരൊക്കെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, മോൾക്ക് പനി കുറവില്ല, ഒന്നുകൂടി ഡോക്ടറെ കാണിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അതിന് മുന്നേ രോഹിത് പറയുന്നുണ്ട്, അവളുടെ വീട്ടിൽ തന്നെ നിന്നോട്ടെ, അപ്പോൾ അവളുടെ കുഞ്ഞേച്ചി എപ്പോൾ വേണമെങ്കിലും കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് പറയുകയാണ്. അന്നേരമാണ് ശ്യാമ പറയുന്നത്, കുഞ്ഞിനെ ഒന്നുകൂടി ഡോക്ടറെ കാണിക്കണമെന്നുള്ളത്. അന്നേരം അതെന്താ, അവിടെ നിൻ്റെ കുഞ്ഞേച്ചിയുടെ കളക്ടർ ചേച്ചിയുടെ വണ്ടിയിൽ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകത്തില്ലേ? ഓ, അത് അവരുടെ ഔദ്യോഗിക വാഹനമാണല്ലോ, അത് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ലല്ലോ, ഇവിടെ ആകുമ്പോൾ രോഹിത്തുണ്ടല്ലോ എന്തിനും ഏതിനും തയ്യാറായിട്ട് എല്ലാവരുടെയും ചവിട്ട് കൊള്ളാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, പക്ഷേ സുസ്മിതയ്ക്ക് ഈ രോഹിത്തിൻ്റെ രീതി ഇഷ്ടപ്പെടുന്നില്ല. കാരണം ശ്യാമയും കുട്ടിയെ എങ്ങനെയും കൂടെ നിർത്തിയ പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് സുസ്മിത വിചാരിക്കുന്നത്. തുടർന്ന് ശ്യാമ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നതേ തെറ്റ്, നമ്മുടെ 2-3 ഡ്രസ്സ് ഇവിടെയുണ്ട്, അതെടുത്തിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം, രോഹിത്ത് ജീവിക്കുകയോ ആഘോഷിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് ശ്യാമ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം സുസ്മിത ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ സുസ്മിത ശ്യാമയ്ക്ക് മുഖം കൊടുക്കുന്നില്ല. അവരങ്ങ് അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ രോഹിത്തിനോട് പറയുന്നുണ്ട്, രോഹിത്തെ അവളെയും കൊച്ചിനെയും പറഞ്ഞു വിടരുത് എന്നിങ്ങനെ പറയുമ്പോൾ, പോട്ടെ സുസ്മിത, വേണ്ട, നിൽക്കുന്നില്ലേ നിൽക്കണ്ട, ശല്യമാണെന്നേ, ഒരു തലയ്ക്ക് വെളിവ് തരില്ല, സ്വസ്ഥത തരില്ല എന്നിങ്ങനെ പറയുമ്പോൾ, അതല്ല രോഹിത്തെ എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം രോഹിത് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷേ ഇനി അടുത്ത എപ്പിസോഡിൽ രോഹിത് വിടില്ല. ബലമായിട്ട് ഇവരെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ശ്യാമയും ഒക്കെ കുഞ്ഞിനെയും പിടിച്ച് അകത്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. ഒരു തടവറയിൽ എന്ന പോലെ ആക്കുകയാണ് ചെയ്യുന്നത്. അവരെ പിന്നെ പുറത്തേക്ക് വിടില്ല. അങ്ങനെയുള്ള സീനുകളൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ വരുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.